മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നിറഞ്ഞിരുന്നത് മൊണാലിസയുടെ വിഷയമാണ്. ഈ മൊണാലിസയുടെ വിവാഹം നടത്തി കൊടുത്തത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അവിടെ ചെന്ന് മന്ത്രി V ശിവൻകുട്ടിയാണ്, ഒപ്പം A റഹീം MP ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ CPM നേതാക്കളുടെ CPM പ്രവർത്തകരുടെയൊക്കെ കാർമ്മികത്വത്തിൽ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ കാമുകൻ എന്ന് പറയുന്ന ഒരു സിനിമയിലെ വില്ലനായിട്ട് വന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് കേരളം മനോഹരമായ സ്ഥലമാണ്, ഇവിടെ ജാതിമത പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇവൾക്ക് 18 വയസ്സായി. പക്ഷേ ഇപ്പോൾ മൊണാലിസയുടെ അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്? 2 മാസത്തെ പരിചയം മാത്രമേ അയാളുമായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി എന്നൊക്കെയുള്ള ഒരു വലിയ വിപ്ലവം ഇവിടെ പറഞ്ഞു വരുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കേരളത്തിൽ CPM എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നല്ലേ പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അതിൽ നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കയ്യിൽ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും CPMക്കാരെല്ലാവരും കൂടെ ചേർന്ന്. കാരണം ഈ പെൺകുട്ടി പറയുന്നത്, അച്ഛനിലേക്ക് നമുക്ക് വരാം, അതിനു മുമ്പ് ഈ പെൺകുട്ടി പറയുന്നത്, കേരളം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഞാൻ വന്നു, എൻ്റെ മനസ്സിൽ കേരളം ഒന്ന് ചുറ്റി കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കേരളം ചുറ്റി കാണാൻ വന്ന, ഇവിടെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരു കുട്ടി കല്യാണം കഴിച്ച് പിന്നെ ഭാര്യയായിരിക്കുകയാണ്. അതിന് 17 വയസ്സായതേ ഉള്ളൂ, 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അതിൻ്റെ ആധാർ, ജനന സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം വ്യാജമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇതൊന്നും അന്വേഷിക്കാതെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് CPM പേജുകളിലും വരുന്ന തിരഞ്ഞെടുപ്പിൽ മുതലെടുക്കാനും വേണ്ടിയിട്ട് ഒന്നും ആലോചിക്കാതെ കുറേ CPMകാർ ചേർന്ന് ഒരു കുടുംബത്തെയും ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവിടെ ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നത്, 2 മാസമേ ആയിട്ടുള്ളൂ ഈ ചെറുപ്പക്കാരനെ എൻ്റെ മകൻ പരിചയപ്പെട്ടിട്ട്, ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. നിങ്ങളുടെ മക്കളായിരുന്നു എങ്കിൽ 2 മാസം കൊണ്ട് പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ കെട്ടിച്ചു കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ആഘോഷമാക്കുമായിരുന്നു? പിന്നെ മൊണാലിസയുടെ പിതാവ് മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. എന്നിട്ട് ആ പിതാവ് പൊട്ടിക്കരയുകയാണ്, നെഞ്ച് തകർന്ന് കരയുകയാണ്. അതായത് ഈ പെൺകുട്ടി ഒരിടത്തും തൻ്റെ സാമ്പത്തിക അച്ഛനമ്മമാർ ചൂഷണം ചെയ്യുന്നെന്നോ, തൻ്റെ ഫെയിം അച്ഛനമ്മമാർ ചൂഷണം ചെയ്യുന്നെന്നോ, അല്ലെങ്കിൽ തന്നെ പിന്നെ തൻ്റെ കരിയർ വെച്ച് വിറ്റാണ് അച്ഛനും അമ്മയും ജീവിക്കുക, അങ്ങനത്തെ ഒരു എന്താ അച്ഛനമ്മയ്ക്കെതിരെ ഒരു കാര്യങ്ങളും ഈ പെൺകുട്ടി പറഞ്ഞ് രംഗത്തെത്തിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ വീഡിയോയിലൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. യാത്ര പറഞ്ഞ് അമ്മയുമായി ഇറങ്ങുമ്പോൾ വൈകാരികമായി അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, വളരെ സ്നേഹത്തോടു കൂടി പോകുന്നൊരു പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇൻഡോറിലൊരു ഗ്രാമത്തിൽ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഈ കുംഭമേളയിലെ ഈ നീല കണ്ണുകൾ കണ്ട് ഇത് തോന്നി ഒരാളെടുത്ത ആ നീല കണ്ണുകളിലോടുള്ള ഒരു വല്ലാത്തൊരു ആകാംക്ഷയിൽ ഒരാളെടുത്ത ചിത്രം വൈറലാകുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ വലിയ ഫെയിം ആകുന്നു. ഇതൊന്നും ഒരിക്കലും നിലനിൽക്കുന്ന ഫെയിം അല്ല. കാരണം പണ്ട് റെയിൽവേയിൽ പാട്ട് പാടിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ വിട്ടുപോയി സിഞ്ചി. ആ സ്ത്രീ ഇതുപോലെയാണ് പെട്ടെന്ന് ഫെയിമായി. അവര് ഉദ്ഘാടനങ്ങൾ നടത്തുന്നു, സിനിമയിൽ പാടുന്നു, ആൽബങ്ങളിൽ പാടുന്നു, അവരെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ, അങ്ങനെ വല്ലാത്തൊരു പൊടുന്നനെ ഒരു ഫെയിമായ ഒരു സ്ത്രീ. ഇപ്പൊ അവര് അന്ന് റെയിൽവേയിൽ പാട്ടുപാടി ജീവിച്ചതിനേക്കാൾ കഷ്ടത്തിലാണ് ഇന്ന് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, ഭ്രാന്തിയെപ്പോലെ അവർ അലയുകയാണ്. ആ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒന്നും അറിയാത്ത വിവാഹം എന്താണെന്നോ, വിവാഹ ജീവിതം എന്താണെന്നോ, അതിനുശേഷം ഒരു പ്രശ്നം വരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടണമെന്നോ, ആ പ്രശ്നം വരുമ്പോൾ തങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്നോ, ഇതൊന്നും ചിന്തിക്കാതെ ഒരു പെൺകുട്ടി ഒരു കയത്തിലേക്ക് അങ്ങ് എടുത്തു ചാടുകയാണ്. തിരിച്ചു കയറാൻ പറ്റുമോ അതോ നീന്തി രക്ഷപ്പെടാൻ പറ്റുമോ, ഇതൊന്നും അറിയാതെയാണ് എടുത്തു ചാടുന്നത്. ഈ CPMകാരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തതെന്നാണ്. ഇതിനൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ബന്ധുക്കളുണ്ട്. ജനിപ്പിച്ച അച്ഛനോടും അമ്മയോടെങ്കിലും ഒരു വാക്ക് ചോദിക്കട്ടെ. ഇവരെയൊക്കെ മക്കളെ ഇങ്ങനെ ഏവനെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വിട്ടുകൊടുക്കുമോ? 2 മാസം കൊണ്ട് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഒരാൾക്ക് നമ്മുടെ മക്കളെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമോ? നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. ഒട്ടും പറ്റാതെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്, കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. തിരഞ്ഞെടുപ്പിനെ മുതലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളിതാ മതമില്ല ഞങ്ങളിതാ ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒന്നിപ്പിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു പരത്താനും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് വൈറലാക്കാനും ഒക്കെ CPM നടത്തി. അതിൽ A റഹീം, ഗോവിന്ദൻ മാസ്റ്റർ,
പിന്നെ ശിവൻകുട്ടി, ഇവർ 3 പേരും അതിന് മറുപടി പറയുക തന്നെ വേണം. കാരണം ആ അച്ഛൻ്റെ കണ്ണുനീരിന് ആരാണ് ഉത്തരം പറയേണ്ടത്? അദ്ദേഹം ചോദിക്കുന്നത്, ഒരു അച്ഛൻ ഹൃദയം പൊട്ടി ചോദിക്കുകയാണ്, വെറും 2 മാസത്തെ പരിചയമാണ്. ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൻ്റെ മകൾ മറ്റൊരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങിയത് ആ പിതാവിന് ഇതുവരെ വിശ്വസിക്കാൻ പോലും ആയിട്ടില്ല. മലയാളികൾക്ക് മുന്നിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഏതൊരു മാതാപിതാക്കളെയും ചിന്തിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ മകളായിരുന്നുവെങ്കിൽ വെറും 2 മാസത്തെ പരിചയമുള്ള ഒരാൾക്ക് ഇതുപോലെ ആഘോഷമായി നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു? ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് CPM-ന്റെ ഉന്നത നേതാക്കളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പെൺമക്കൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെറുമക്കളെങ്കിലും ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതുപോലെ 2 മാസം കൊണ്ട് കെട്ടിച്ചു വിടുമോ എന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസം വലുതായിട്ടില്ലാതെ, ലോക പരിചയമില്ലാത്ത, ഒരു ദിവസം കൊണ്ട് വലിയ ഫെയിം നേടിയ ഒരു പെൺകുട്ടി, അവൾ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു, അതും ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്ന ഒരാൾ. അയാൾ ഇപ്പോൾ ഹിന്ദുവോ ക്രിസ്ത്യാനി മുസ്ലിം അതൊന്നുമല്ല വിഷയം. ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു ആദിയില്ലേ ഒരു മനസ്സിൽ, എൻ്റെ മകളുടെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കാം, അതിനു പോലും ഒരു പ്രയോറിറ്റി കൊടുക്കാത്ത ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് എന്നുള്ളതാണല്ലേ. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായിട്ടാണ് ശരിക്കും ഇവർ പൂവാറി വന്ന് താമസിച്ചത്. അന്ന് ജയകുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് വാടകയ്ക്കെടുത്ത് അല്ലെ അതിലൊരു പോർഷനിലാണ് ഈ അച്ഛനും മകളുടെ താമസിക്കുന്നത്. പക്ഷേ അതിനിടയിൽ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഇയാളുമായിട്ട് ഈ പെൺകുട്ടി കൂടുതൽ അടുത്തു. എന്നിട്ട് ഇവിടുത്തെ CPM നേതാക്കൾ കുറച്ച് മണ്ടന്മാരാണ്, നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നാരോ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കി. ഈ ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സമയത്ത് കണ്ട ഒരു പെൺകുട്ടി, അല്ലെ അതിലൂടെ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളും ഒക്കെ നിറഞ്ഞിരുന്ന പെൺകുട്ടി. അന്ന് BJPയുടെ പരിപാടികളിലൂടെ നിറഞ്ഞിരുന്നു അല്ലേ, ഇനിയെങ്കിൽ ഞങ്ങളുടെ പരിപാടിയിലൂടെ നിറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് CPM ചാടി കയറി പുറപ്പെടുകയാണ്. CPM-ന് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഒന്നുകിൽ അതൊരു വോട്ട് ബാങ്ക് ആകണം, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഭയങ്കര പ്രശ്നത്തെ സോൾവ് ചെയ്ത ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഒരു മുതലെടുപ്പ് നടത്തണം. ഇതൊന്നും പറ്റിയില്ല. ഇവരുടെ ചിന്ത എന്താ? ഈ വീണ്ടും ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. പെൺകുട്ടി രണ്ടുപേരെന്നതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ ജീവിതം 18 വയസ്സ് തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ആധാർ കാർഡ് വ്യാജമാണ്, ഈ കുട്ടിക്ക് 18 വയസ്സായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വാസ്തവമൊക്കെ അവരുടെ അച്ഛനും കുടുംബാംഗങ്ങളും തെളിയിക്കട്ടെ. ഇവിടെ 18 വയസ്സാണെങ്കിൽ പോലും ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കാനും മാത്രമുള്ള ഒരു പക്വത, ഒരു മെച്യൂരിറ്റി ആ പെൺകുട്ടി നേടിയിട്ടില്ല. ഈ കാണുന്നൊന്നും അല്ല ലൈഫ്, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ പിതാവ് പറയുന്നത്, എൻ്റെ മകൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊന്നും മാറി വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നു, അല്ലെ ഈ ആൽബത്തിൻ്റെ ചിത്രീകരണത്തിന് പോകുന്നു, ഞാൻ കൂടെ പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഇവിടെ അച്ഛനെ പോലും വഞ്ചിച്ചുകൊണ്ട് 2 പേർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഈ പോലീസുകാർ ഉടനെ CPM-ന്റെ സഹായമാണോ തേടുന്നത്? അല്ലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് CPM-ആയിട്ടുള്ള കണക്ഷൻ എന്താണ്? അവിടേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി ചെന്നിട്ട് വിവാഹം നടത്തി കൊടുക്കുന്നു. എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇപ്പോൾ G. സുധാകരൻ തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, അല്ലെ അദ്ദേഹത്തിന് ഇനി 75 വയസ്സ് കഴിഞ്ഞല്ലോ, മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വഷളം ചിരിയാണ് MV ഗോവിന്ദൻ ചിരിക്കുന്നത് അല്ലേ. ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളീയ ജനതയുടെ മനസ്സിൽ CPM-നെ ആരാധിക്കുന്ന, CPM-നെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹമൊക്കെ മാറ്റിയിട്ട് ഉടഞ്ഞു പോയ ഏതോ വിഗ്രഹം വെക്കുന്ന പോലെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ശരി, എത്രയോ കാലമായി പ്രണയമാണ്, ഇവരുടെ വീട്ടിൽ വിവാഹം നടത്താൻ പറ്റുന്നില്ല, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പലതവണ വിവാഹം ആലോചിച്ചു, അല്ലെ ചെറുക്കൻ പോയി അങ്ങനെ പിതാവിനെ കണ്ടു, ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്തോ ഒരു കാര്യം നടത്തിയിട്ട് വിപ്ലവകരമായ മാറ്റം നടത്തി ഒരു ക്ഷേത്ര നടയിൽ വെച്ച് വിവാഹം നടത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്വീകാര്യത കിട്ടുമെന്ന് CPM നേതാക്കൾ കരുതിയെങ്കിൽ തെറ്റായിപ്പോയി. നിങ്ങളുടെ മകളായിരുന്നുവെങ്കിൽ എന്ന് ചോദിക്കുന്ന ആ പിതാവിൻ്റെ കണ്ണീരുണ്ടല്ലോ, ആ പിതാവിൻ്റെ വേദന, അതിവർക്ക് എങ്ങനെയാണ് തടുത്തു നിർത്താൻ കഴിയുക? ആ കണ്ണീരിൻ്റെ ഒരു ചൂട്, അതിനെയൊന്നും ഈ CPM നേതാക്കളുടെ അഹങ്കാരത്തിന് തടുത്തു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും മൊണാലിസയുടെ ജീവിതം തകർത്ത ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ CPM നേതാക്കളെന്ന് ഭാവിയിൽ ഒരു കാലത്ത് ആളുകൾ ഉത്തരം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ. കാരണം ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? അവളെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് കാലം കൂടെ കഴിയട്ടെ, നിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിന്റെ കരിയർ ഒക്കെ കുറച്ച് മുന്നോട്ട് പോകട്ടെ, ജീവിതം എന്താണെന്ന് പഠിച്ചതിന് ശേഷം വിവാഹത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ അതല്ല കുറച്ച് വോട്ട് സമാഹരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ കണ്ണുനീരിന് അച്ഛൻ നെഞ്ചുപൊട്ടി ചോദിക്കുന്നതിന് ഏത് CPM നേതാവിനാണ് ഉത്തരമുള്ളത്? ഇതിന് ഉത്തരം പറയേണ്ടവർ കേരളത്തിലെ CPMകാരാണ്. ഇതിനുള്ള മറുപടി ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കിട്ടും, ഒരു അച്ഛൻ്റെ വേദനയ്ക്കുള്ള മറുപടി.